C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വിഷ്ണുവേട്ടാ, മുമ്പൊരിക്കൽ ഞാൻ തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങിയതാ ഈ ശവകുടീരം. ഇത് കയ്യിൽ വന്നു കയറിയ അന്ന് തുടങ്ങിയതാ വിഷ്ണുവേട്ടന്റെ കഷ്ടകാലം. ഇത് എവിടെ ഇരിക്കണോ എന്നത് എന്റെ ഇഷ്ടമാ. അതിലൊന്നും കയറി തലയിടാൻ വരേണ്ട നീ, മനസ്സിലായോ? ഇനിയും ഇതൊരു ദുശകുനമായി വിഷ്ണുവേട്ടന്റെ ജീവിതത്തെ പിന്തുടരാൻ ഞാൻ സമ്മതിക്കില്ല. വയ്ക്കടിയതവിടെ. ഇതവിടെ വെക്ക്. അത് പറയാൻ നീ ആരാടി? അതവിടെ വെച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഒരു കണക്കിന് നീ ഇപ്പൊ വന്നത് നന്നായി. ഇത് താഴെ കൊണ്ടുപോയി 1000 പീസാക്കി ആക്രിക്കാർക്ക് വിൽക്കാനാ ഞാൻ ഉദ്ദേശിച്ചത്. നിത്യകാമുകന്റെയും കാമുകിയുടെയും മുന്നിൽ വെച്ച് തന്നെ ഇത് തല്ലി പൊട്ടിക്കുന്നതിന് ഒരു ഹരമുണ്ട്. ദേ കണ്ടോ? ആപ്പിൾ മുറിക്കുന്ന കത്തിയ അതിലൊരു പീസ് താഴെ വീണ് പൊട്ടിയ ആപ്പിളല്ല, നീ അവൻ പീസാവാൻ പോവാ. വേണ്ട, ഞാനിതിവിടെ വെച്ചോളാം. വയ്ക്കേ. ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ പൊന്നി, ഇങ്ങോട്ട് വാ, കാര്യം പറ. വാ. ഇനി വാ കുഞ്ഞി. എന്താ പൊന്നി? ദാ ഇതൊന്ന് വായിച്ചു നോക്കിയേ. അമ്മയ്ക്ക് അമ്മ എന്നോട് മാപ്പാക്കണം. അമ്മയുടെ മുഖത്ത് നോക്കി ഇത് തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു കുറിപ്പായിട്ട് എഴുതുന്നത്. അമ്മയുടെ മകൾ പ്രീതിയാണ് ഗർഭിണി. വിഷ്ണുവിന്റെ ശാലിനിയുടെ ജീവിതം തകർത്തുകൊണ്ട് അമ്മ ഈ കല്യാണം നടത്തരുത്. 3 മാസമായി കുഞ്ഞിനെ അബോർട്ട് ചെയ്യുമ്പോൾ അമ്മയുടെ അവസ്ഥ എന്താവുന്നതിനെ പറ്റി എനിക്കൊരു നിശ്ചയമില്ല. ശാലിനി കുഞ്ഞി, പൊന്നിക്കിത് എവിടെ നിന്നാ കിട്ടിയത്? ഇവിടെ ഇരുന്നതാ കുഞ്ഞെ. സത്യമ്മ വായിക്കാൻ എന്നതുപോലെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ സത്യം ഇത് വായിച്ചിട്ടില്ല.
അല്ലെങ്കിൽ ഇത്ര കൂളായിട്ട് നിൽക്കില്ല. ഇനി എന്ത് ചെയ്യും കുഞ്ഞ്? ഹ, പൊന്നി പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല. നമുക്ക് വേണ്ടത് ചെയ്യാം. എന്ത് ചെയ്യാമെന്നാ? പറയടി, എന്ത് ചെയ്യുന്ന കാര്യം രണ്ടും കൂടി ആലോചിക്കുന്നേ? അതും എന്റെ റൂമിൽ വെച്ച്? നീ പണ്ട് ഇവളുടെ സൈഡാണെന്ന് എനിക്കറിയാം. പറഞ്ഞു, എന്താ രണ്ടും കൂടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്? കല്യാണം കൊളവാക്കുന്ന കാര്യമല്ലോ ആയിരിക്കും. സത്യാമ്മ അത് പറയാൻ. അല്ല, എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ ഞാൻ അവളോട് പറയായിരുന്നു. നോക്കിയും കണ്ടും ചെയ്യാൻ പറയുന്നു, അതും നീ. ഈ കല്യാണം നടന്നു കാണാൻ എന്താ ഉത്സാഹം നിനക്ക്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ ഉത്സാഹത്തിന് നിനക്കൊരു മെഡൽ സമ്മാനിക്കുന്നുണ്ട്. എന്താടി ഇത്? എന്താന്ന്? അതൊന്നുമില്ല. ഇവിടെ നിലത്ത് വീണ് കിടന്നതാ. കല്യാണമായിട്ടും റൂമൊന്നും വൃത്തിയാക്കിയില്ലെന്ന് ഞാൻ പൊന്നിയോട് ചോദിക്കായിരുന്നു. റൂം മാത്രല്ല, വീട് മുഴുവൻ വൃത്തിയാക്കണം. എല്ലാ അശ്രീകരങ്ങളെയും അടിച്ചു പുറത്താക്കണം. എന്റെ ഫോണിങ്ങതാ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യില്ല. വായി നോക്കിക്കൊണ്ട് നിന്നോളും. എന്തെങ്കിലും ചെയ്യണം കുഞ്ഞ്, സമയം വൈകുന്നു. അത് ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. പ്രീതിയുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. പ്രീതി കുഞ്ഞിനെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്നാ? എങ്ങോട്ട് പോയതാന്ന് ഒരു സൂചന പോലും ഇല്ല. അതിനൊക്കെ ഒരു വഴി തെളിയും പൊന്നി. തൽക്കാലം പ്രീതി ഈ വീട്ടിലില്ലെന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് സത്യമ്മ. പിന്നെ ഈ വിഷയം അച്ഛൻ പോലും അറിയണ്ട. വെറുതെ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നത്? എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.